എക്സ്ക്യൂസ് മീ, കാറിന് ചെറിയ സ്റ്റാർട്ടിംഗ് ട്രബിൾ, ഒന്ന് തള്ളിത്തരാമോ? താങ്ക് യു. പ്ലീസ്. എന്താടാ നാവിറങ്ങിപ്പോയോ? നിങ്ങൾ ഇങ്ങനെ തുള്ളാൻ വേണ്ടി ഞാൻ എന്താ ചെയ്തത്? നിങ്ങളുടെ പൊട്ട ക്യാമറയിൽ 10 ഫോട്ടോ എടുത്തതോ? തർക്കുത്തരം പറഞ്ഞാൽ കവറെ കുറ്റി അടിച്ചു. നിങ്ങൾ അടിച്ചു നോക്കണോ? അടിച്ചാ നീ എന്ത് ചെയ്യൂടാ? ഇങ്ങനെ ഇരിക്കുന്നു കൂട്ടാക്കണ്ട. ഞാൻ അടിച്ച താങ്കം പറ്റേ 4 മാസം തൂക്കാൻ പറ്റേ. അയ്യോ ഈ വർഗീസ് പുള്ളിയാളെ കുന്തം കൊണ്ട് കുത്തിയ പാമ്പിനെയാണല്ലോ മുതലാളി അതേടോ കുന്തം കൊണ്ട് കുത്തിയ പാമ്പെന്നെ ഞാൻ കാണണോ? എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ആ ഫോട്ടോ എടുത്ത് ആരാണെന്ന് എനിക്കറിയണം. ലാസറേട്ടാ അവനെ വഴക്ക് പറയണ്ട. ഈ വലിയ വക്കാലത്തൊന്നും പറയണ്ട. അല്ലെങ്കിൽ ഇയാൾ ആട്ടുതുപ്പ് സഹിച്ച് ഇവിടെ ആയുഷ്കാലം കഴിയാന്ന് ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടൊന്നുമില്ല. സമീറ എന്ത് വർത്താനം? ഈ വലിയ വർത്താനം പറയണ്ട. നീ ആരാണ്ട് എന്നെ ഉപദേശിക്കാൻ? നീ ഇതിൽ ഇടപെടണ്ട. നീ ഊണൂടെ അകത്ത് വെക്ക്. ഇനി ഇവനെ ഇവിടെ നിർത്തുന്ന പ്രശ്നമേ ഇല്ല. ഞാൻ പറഞ്ഞാൽ സമീർ ഇവിടെ നിൽക്കണ പ്രശ്നമില്ല. എന്റെ കണക്കിളൊക്കെ തീർത്ത് കാശടിക്കും നിങ്ങൾ. എടാ നാട്ടില് പാട്ട് കൂത്തുമായിട്ട് നടന്ന് നശിക്കണ്ടല്ലോ എന്ന് കരുതി ഇവന്റെ ഉമ്മ മുതലാളിയുടെ പെങ്ങളെ കണ്ട് കാല് പിടിച്ച് കരഞ്ഞ് ഇങ്ങോട്ട് അയച്ചതാ. കാശ് ഈ നാട്ടിൽ കണ്ട പോലത്തെ പൊയ്ക്കോ. ഈ നാട് നിങ്ങൾക്ക് ശ്രീധരൻ കിട്ടിയെന്നല്ലോ. ഭാഗീരിയെ പഠിച്ചോ നെയ്ച്ചോറ് നിശ്ചയിച്ചിട്ടുണ്ട്. സലാം ലാൽ സലാം. ഓ ഇവൻ കുരുത്ത കെട്ടവൻ നശിച്ചു പോകൂടാ. കുറച്ച് നാളുകൾക്ക് ശേഷം സമീറിനെ കണ്ടപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാനാ ചങ്ങായി. ഷാജേട്ടാ ഒന്ന് വണ്ടി എടുത്തേ. നീ എന്താണ് എന്നെ കണ്ടിട്ട് തിരിഞ്ഞു പോകാൻ പോണ ചങ്ങായി? ചങ്ങായിയോ? നീ ഏതാ? എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായി. ഞാനൊന്നും അങ്ങനെ പറഞ്ഞ ദേഷ്യത്തിലല്ലേ നീ? പിന്നെ സ്വന്തം കൂടപ്പറപ്പിനെ പോലെ കണ്ടിട്ട്. ഞാനൊന്നും അങ്ങനെ മനപ്പൂർവ്വം പറഞ്ഞാടാ. നീയാണ് ആ ഫോട്ടോയിലൊക്കെ എടുത്തിരുന്ന ലാസറേട്ടനോട് പറഞ്ഞിരുന്നെങ്കിൽ അയാൾ നിന്നെയും ജോലിന്ന് പറഞ്ഞു വിട്ടാനെ. എടാ എന്റെ കാര്യം പ്രശ്നമില്ല. എവിടെ പോയാലും ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിച്ചോളൂ. പക്ഷെ എന്റെ കാര്യം അങ്ങനല്ല. കള്ളത്തരം പറയാൻ അറിയില്ല, തരികിട കാണിക്കാൻ പഠിച്ചിട്ടുമില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. അതൊക്കെ പോട്ടറാ. നീ ഇപ്പൊ എവിടെയാ? സീരിയൽ ഷൂട്ടിംഗുകാരുടെ പ്രൊഡക്ഷനിൽ പണിയെടുക്കുക. പിന്നെ ഇടയ്ക്കൊക്കെ ഈ ജൂനിയർ ആർട്ടിസ്റ്റിനോട് അടക്കി ഇടയ്ക്ക് നടക്കുന്ന ചാൻസ് കിട്ടും. ടിവിയിൽ കണ്ടിട്ട് പെങ്ങളൂട്ട് എന്നെ വിളിച്ചിരുന്നു. സന്തോഷായടാ, നീ രക്ഷപ്പെടും. പിന്നെ വലിയ നടനാകുമ്പോ നമ്മളൊന്നും മറക്കരുത്. നടനാകോന്നൊന്നും അറിയില്ല, ആയാലും ഇല്ലെങ്കിലും അന്നെ നമ്മള് മറക്കൂല മരണം വരെ. ഓട്ടറാ. ശരി. ഇത് വെച്ചോ. എന്തിന്? എനിക്കിതിന്റെ ആവശ്യമൊന്നുമില്ല, നീ തന്നെ വെച്ചോളി. എനിക്ക് കൊടുക്കാൻ ആരാടാ ഉള്ളത്? ഉണ്ടാവുമല്ലോ, ഒരുത്തിയെ പേഴ്സിലും കാൽപ്പിലും സൂക്ഷിച്ചു വെച്ചിട്ടില്ലേ. ഓളെ എനിക്ക് നിക്കായേ കണ്ടാ. ലാസറേട്ടൻ പറഞ്ഞ പോലെ ഒരു കൊട്ടിയും കൊടുപ്പൊക്കെ വേണ്ടേ? ഓ ഓളെ കാര്യം പറയുമ്പോ കവള് ചോദിക്കണു. അന്റെ ലവ് സോളോട് പറഞ്ഞ ഇല്ല. വേഗം പറഞ്ഞോളി.
ഇല്ലെങ്കിൽ കാത്തു സൂക്ഷിച്ച വെച്ച കസ്തൂരി മാമ്പഴം വല്ല വെടക്ക് കാക്കയും കൊത്തിക്കൊണ്ട് പോണ എങ്ങായി. എടാ ഒന്ന് വരുന്നുണ്ടോ നീ? കിച്ചിയേട്ട ചൂടാവും. ദാ പറഞ്ഞ് പോട്ടെ എങ്ങായി. അപ്പൊ പിന്നെ കാണാം. കാണാം. ശരി ശരി. കർത്താവെ ചെയ്യും പൊട്ടിയോ? ഇതെവിടെ കൊണ്ട് ശരിയാക്കും ഞാൻ? പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഏവർക്കും ഉള്ളം നിറയെ സ്വാഗതം. ഇന്ന് ഉച്ചകടിക്ക് നറുക്കെടുക്കുന്ന കേരളത്തിന്റെ പ്രതീക്ഷാ ടിക്കറ്റുകൾ വാങ്ങുവാൻ ഒരു ഭാഗ്യശാലിക്ക് 40 രൂപ മുടക്കുമ്പോൾ 75 ലക്ഷം രൂപ ഒരു കാരുണ്യ ബൈക്കറി എത്ര ഏട്ടാ? 50 രൂപ. എന്റെ പേഴ്സ് എവിടെ പോയി? കർത്താവേ. അയ്യോ. അവളടുത്തേക്ക് വരുംതോറും എൻ്റെ നെഞ്ച് പടപടാന്ന് ഇടിക്കാൻ തുടങ്ങി. നിന്നടുത്ത് നിന്ന് ഒരടി പോലും അനങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. നോട്ടം കണ്ടില്ലേ? ഒന്നും അറിയാത്തതുപോലെ. മാതാവേ, ഫോട്ടോ എങ്ങാനും കണ്ടിണ്ടാവോ? അവളുടെ അമ്മയോട് എങ്ങനെ ചെന്ന് പറഞ്ഞ? അപ്പോഴാണ് സാറുമാർ വന്ന് എന്നോടെന്തോ ചോദിക്കാനുണ്ട്, ഇവിടെ വരെ വരണമെന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. അപ്പോ വൺ സൈഡ് ലവ് ആയിരുന്നല്ലേ? എന്തായാലും നിനക്ക് അവളെ ജീവനായിരുന്നു. ഇവനെ ഒന്ന് അപ്പുറത്തോട്ടിരുത്ത്. സർ. ആ പെൺകുട്ടിയോട് വരാൻ പറ. അവിടെ ഇരടേ. പറഞ്ഞ പോലെ തന്നെ ആ തള്ള പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചു കളഞ്ഞല്ലോ മാതാവേ. സർ. ഇരിക്കും മോളെ. എന്താ ഈ കേസുമായി ബന്ധപ്പെട്ട് നിനക്കെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞത്? പറയേ, എന്താ നിനക്ക് പറയാനുള്ളത്? ഈ പയ്യനെ ചോദ്യം ചെയ്തതുപോലെ വേറൊരാളെ കൂടി ചോദ്യം ചെയ്യണം സാർ. അതാരാ?